മാതാപിതാക്കൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ പുനർജനിക്കുന്നു എന്നൊരർത്ഥം അതിനുണ്ട്. കാരണം മാതാപിതാക്കളില്ലാത്ത ലോകത്തിൽ ജീവിച്ചിട്ട് നമുക്ക് പരിചയമില്ല. മാതാപിതാക്കൾ ഇല്ലാത്ത ലോകത്തിൽ ജീവിച്ചിട്ട് പരിചയമില്ല. ചെറുപ്പം മുതലേ ഇവരെടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ, ഉറക്കൊഴിഞ്ഞിട്ടുള്ള എഫേർട്ടും ചുമന്ന് നടന്നിട്ടുള്ള എഫേർട്ടും പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എഫേർട്ടും രാത്രിയിൽ ഇങ്ങനെ ഒരു 2 വയസ്സ് വരെ എത്ര തവണ രാത്രിയിൽ ഇങ്ങനെ എണിച്ചുകൊണ്ടിരിക്കുന്നു. രാതില്ലാതെ ഇവരിങ്ങനെ എടുത്ത് മുലയൂട്ടി കിടത്തി ഉറക്കണ മനുഷ്യന്മാരല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഓർമ്മയിലുണ്ടാവുക ഈ അടുത്ത് നടന്നൊരു കാര്യം. ഞാൻ ഒരുപാട് സംസാരിക്കണ ആളാണ്, ഒരുപാട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കണ ആളാണ്. പക്ഷെ ഞാൻ എൻ്റെ സംസാരം സ്റ്റക്കായി പോയൊരു മൊമെൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളുടെ ഉമ്മ മരണപ്പെട്ടു. ആ ആൾ കുറച്ചൊരു മാനസിക പ്രയാസമുള്ള ആളാണ്. രാവിലെ പുലർച്ചെ 4 മണിക്കെങ്ങാനാണ് മരണപ്പെടുന്നത്. മയ്യത്ത് ഖബറടക്കുന്നത് ഏകദേശം രാത്രി 10 മണിക്ക്. ആ ആളുടെ ഒരു സഹോദരൻ വരാനുണ്ട്. അപ്പോൾ ഈ മനുഷ്യന് ചെറിയൊരു മാനസിക പ്രയാസമുണ്ട്. ഞാൻ അന്ന് രാത്രിയിൽ ഒരു വിഷയത്തിൽ ഇരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് രാത്രി 11 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. 11 മണി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്ത് ഞാനിങ്ങനെ ആ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഈ മനുഷ്യൻ, ചെറിയൊരു മാനസികാസ്വസ്ഥതയുള്ള ഈ മനുഷ്യൻ ഒരു സിഗരറ്റും കത്തിച്ചിട്ട് ഈ മഴത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ വീണൊന്നും ഈ മനുഷ്യൻ അറിയുന്നില്ല കേട്ടോ. മഴ വീണൊന്നും ഈ മനുഷ്യൻ അറിയുന്നില്ല. ഈ മനുഷ്യൻ ഇങ്ങനെ സിഗരറ്റ് കത്തിച്ച് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ആളെടുത്ത് പോയിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായി, ഖബറടക്കൊക്കെ കഴിഞ്ഞു? ആ ഖബറടക്കൊക്കെ കഴിഞ്ഞ് അനിയൻ വന്നു. അപ്പോൾ 2 പ്രാവശ്യം അനിയൻ വന്നു ഖബറടക്കി. ഈ മനുഷ്യൻ ഇങ്ങനെ പോസ് ചെയ്ത് നിന്നിട്ട് ഞാൻ പിന്നെയും ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ സ്കൂട്ടർ എടുക്കാൻ വന്നതാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് സമയം പോസ് ചെയ്തിട്ട് ഈ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറയാണ്, എനിക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തരുത്ത ഉമ്മാണ്, ഇനി ഞാൻ എന്താ ചെയ്യുക? സംസാരിക്കാൻ എനിക്ക് വാക്ക് കിട്ടണില്ല പെട്ടെന്ന്. അത്രയും സംസാരിക്കണം ഞാൻ. എനിക്ക് എല്ലായിടത്തും പോയി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച എനിക്ക് സംസാരിക്കാൻ വാക്ക് കിട്ടാതെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുക സ്റ്റക്കായിട്ട്. പിന്നെ ഈ മനുഷ്യൻ കുറച്ചു നേരം നിന്നിട്ട് വീണ്ടും പറഞ്ഞു, പിന്നെ രാവിലെ വിളിക്കലൊക്കെ ഉമ്മാണ്, ഇനി എന്താ ചെയ്യുക? ശരിക്കും സംസാരിക്കാൻ വാക്ക് കിട്ടാതെ കുടുങ്ങിപ്പോയി ആ മഴത്ത് ആ മനുഷ്യൻ നിൽക്കുമ്പോൾ. കാരണം ആ മനുഷ്യൻ പുനർജനിച്ച് നിൽക്കുക. എല്ലാവരും ആ മനുഷ്യനെ വേറെ ഏതോ രൂപത്തിൽ കണ്ടപ്പം അങ്ങനെ കാണാത്തൊരാൾ ലോകത്തുണ്ടായ ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അതാണ്. അമ്മയും വാപ്പയും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുനർജനിക്കുന്നു. ദിവസവും ഓരില്ലാത്ത ഈ ലോകത്ത് ജീവിച്ചിട്ട് നമ്മൾ പരിചയിച്ചിട്ടില്ല. ആ പ്ലേസ് ബ്ലാങ്ക് ആവണതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരോട് ചെയ്യാവുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള കാര്യം.